റീൽ ചെയ്യുന്ന സമയത്ത് 4 കാര്യം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഇമ്മൻസീവ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, അറ്റൻഷൻ ഗ്രാബിംഗ്. ഫസ്റ്റ് 3 സെക്കൻഡ് ആണ് ഈ ഒരു വീഡിയോ കാണണോ വേണ്ടേ എന്നുള്ളത് ഓഡിയൻസ് ഡിസിഷൻ എടുക്കാം. ഈ ഒരു ഡ്യൂറേഷനുള്ളിൽ കൃത്യമായി സ്റ്റഫ് ഇടാനോ ഹുക്ക് ഇടാനോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഓഡിയൻസ് നിൽക്കും. 2 ടൈപ്പിൽ നിങ്ങൾക്ക് ഹുക്ക് ഇടാൻ പറ്റും. ഒന്ന് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. നെഗറ്റീവ് ഹുക്കിന് എപ്പോഴും റീച്ച് കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയാം. പ്രവാസിയുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് അറിഞ്ഞു. ഇതൊരു നെഗറ്റീവ് ഹുക്കാണ്. ഇതൊരു ക്യൂരിയോസും കൂടിയാണ്. ഇനി 2, ഈ വീഡിയോ ഷെയർ ചെയ്യണോ വേണ്ടെന്നുള്ളത് ഓഡിയൻസ് ഡിസിഷൻ എടുക്കുന്ന എപ്പോഴാണ്? ലാസ്റ്റ് 3 സെക്കൻഡിൽ വാല്യൂ കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഇനി 3, ഈ വീഡിയോക്ക് കമന്റ് ചെയ്യണോ വേണ്ടെന്നുള്ള ഓഡിയൻസ് എപ്പോഴാണ് ഡിസിഷൻ എടുക്കുന്നത്? അവരെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അതിൽ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. 4, ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യണോ വേണ്ടെന്നുള്ളത് അവരുടെ ഡിസിഷൻ എടുക്കുന്ന എപ്പോഴാണ്? കൺസിസ്റ്റൻസി അവരെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന, അവരെ ലൈഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണോ നിങ്ങൾ ചെയ്യുന്നത്? അവരെന്ത് ചെയ്യും? നിങ്ങൾ ഫോളോ ചെയ്യും.